അടുത്ത പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു സെറ്റിലെ ഏതെങ്കിലും ഒരു വെക്റ്റർ ഇതിലുള്ള മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അങ്ങനെ കാണിക്കണം. അതായത് ഈ ഒരു സെറ്റ് നോക്കുക, ഈ R3ൻ്റെ ഒരു സബ്സെറ്റാണിത്. ഇതിലുള്ള ഈ വെക്റ്റർ ഇതിൻ്റെ രണ്ട് ലീനിയർ കോമ്പിനേഷൻ അല്ലേ, ഈസി ആയിട്ട് കാണാൻ പറ്റും. 2 times ദിസ് പ്ലസ് 3 times ദിസ് നമുക്ക് എന്ത് കിട്ടും? ഈ വെക്റ്റർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷനാണ്. സോ ബൈ ദിസ് റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് സ്വന്തം ട്രൈ ചെയ്യുക, ഞാൻ ഇവിടെ പ്രൂഫ് ചെയ്താം. പ്രൂഫ് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇടാം. അതായത് ഇതിനകത്തുള്ള ഒരു വെക്റ്റർ വി കെ അല്ലാത്ത മറ്റ് വെക്റ്റേഴ്സ് ലീനിയർ കോമ്പിനേഷൻ വിചാരിക്കുക. അതായത് ലെറ്റ് വി കെ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്റ്റേഴ്സ് ഇൻ എസ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി കെ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ സി ഐ വി ഐ എന്ന് എഴുതാൻ പറ്റൂലേ. അതായത് ഈ വി കെ ഇതിലുള്ള വി കെ അല്ലാത്ത മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്തുള്ള വി കെ അല്ലാത്ത മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് വരിക. ഐ വാരീസ് ഫ്രം 1 to എന്ന് ഞാൻ എഴുതണ്ടല്ലോ, മനസ്സിലാവില്ലേ? സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദിസ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എങ്ങനെയാണ് ഒരു സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക? നമുക്കറിയാം, ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അത് ഈസി ആയിട്ട് ഇവിടുന്ന് കിട്ടുമോ നോക്കൂ. ഇവിടെ എനിക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇരിക്കൂടെ, ഇതിനൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പം വി കെ മൈനസ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ സി ഐ വി ഐ ഈക്വൽ ടു 0 എന്ന് വരുമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മൊത്തം വെക്റ്റേഴ്സ് ഉണ്ട് അല്ലേ. വി കെ ഇവിടെ ഉണ്ട്, വി കെ അല്ലാത്ത മൊത്തം വെക്റ്റേഴ്സ് ഈ സമ്മേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് സെറ്റ് വിച്ച് ഗിവ്സ് 0. ഇനി ഇത് ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ആണോ അല്ലെ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നോൺ ട്രിവിയലാണ്. കാരണം എന്താ, അവിടെ വി കെൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എസ് കിട്ടി വിച്ച് ഗിവ്സ് 0 അല്ലേ. സോ ഇതിവിടെ എഴുതാം, ഇറ്റ് ഈസ് എ. അപ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ. ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുന്നതുകൊണ്ട് തന്നെ ദിസ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് എന്താണ്? ഈ എസിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ ഇതിലുള്ള മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ എസ് ഈസ് ഡിപ്പെൻഡൻ്റ് ആണ് പ്രൂവ് ചെയ്തത്. ഇനി ഇതിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതായത് എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ എസ്സിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ അപ്പോൾ ഒരു സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സം ഓഫ് ദ വെക്റ്റേഴ്സ് ഇൻ എസ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതേഴ്സ് ഇൻ എസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിപ്പെൻഡ് എന്നുള്ള വാക്ക് വരാനുള്ള ഒരു കാരണവും അല്ലേ. അതായത് ഡിപ്പെൻഡൻ്റ് ആകുമ്പം അതിനെ മറ്റുള്ളതിൻ്റെ ടേംസിൽ എഴുതാം, മറ്റുള്ളതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. സോ ആ ഡിപ്പെൻഡൻസി അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ പ്രോബ്ലം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് പറയാവുന്നൊരു പ്രോബ്ലമാണ്. അതായത് ഒരു സെറ്റിൻ്റെ അകത്ത് 0 വെക്റ്റർ ഉണ്ടെങ്കിൽ ആ സെറ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നുള്ളത്. അത് ഈസി ആയിട്ട് ചെയ്യാം, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ നമ്മളെ സെറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 0 വെക്റ്റർ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് വെക്റ്റേഴ്സ് ഉണ്ട് വിചാരിക്കുക, V1 V2 എക്സെട്ര Vn. ഈ സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞ പ്രോബ്ലം വെച്ചിട്ട് ഡിപ്പെൻഡൻ്റ് കാണിക്കാൻ ചെയ്താൽ മതി. ഒരു സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വെക്റ്റർ മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് കാണിച്ചാൽ പോരെ. കഴിഞ്ഞ പ്രോബ്ലം പ്രകാരം ഈ 0നെ എനിക്ക് ഈ ബാക്കിയുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റും. 0നെ എങ്ങനെ എഴുതാൻ പറ്റും? 0 ഈക്വൽ ടു 0 V1 പ്ലസ് 0 V2 പ്ലസ് എക്സെട്ര പ്ലസ് 0 Vn എഴുതാലോ അല്ലേ. അപ്പോൾ സെറ്റിനകത്ത് 0 ഉണ്ടെങ്കിൽ ആ 0നെ ബാക്കിയുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇത് പ്രീവിയസ് റിസൾട്ട് എന്താണ്? പ്രീവിയസ് റിസൾട്ട് ഒരു സെറ്റിലെ ഏതെങ്കിലും വെക്റ്ററിനെ അതിലെ മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇവിടെ എനിക്കത് പറ്റി, അതുകൊണ്ട് തന്നെ ദിസ് സെറ്റ് എസ് ഈസ് ഡിപ്പെൻഡൻറ്റ്. ഡൗട്ടൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് പ്രൂവ് ഓർ ഗിവ് എ കൗണ്ടർ എക്സാമ്പിൾ. അതായത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് വന്നു, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എലമെൻസിനെ ഒരു നോൺ സീറോ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ സെറ്റ് കിട്ടുമല്ലോ, ലാംഡ V1 എക്സെട്ര ലാംഡ V എന്ന് പറഞ്ഞിട്ട്. ഈ സബ്സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ള ആവശ്യം. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതിൻ്റെ അകത്തുള്ള എലമെൻസിന് നോൺ സീറോ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ പുതിയ സെറ്റും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് അത് ആലോചിച്ച് നോക്കുക. ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് നിങ്ങൾ അവകാശവാദമെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. ഇനി അല്ല ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തൊരു എക്സാമ്പിൾ കൊണ്ടുവരികയും വേണം. വേറെ ചോദ്യം, ഇവിടെ ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തെങ്കിലും തർക്കട്ടോ? ഇവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണ് തന്നത്, പക്ഷേ ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഈ സെറ്റിൽ എല്ലാവരും 0 വെക്റ്റേഴ്സ് ആവില്ലേ അല്ലേ. ഒരു സെറ്റിൽ ഒരു 0 വെക്റ്റർ ഉണ്ടായാൽ ആ സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു.
അപ്പോൾ ലാംഡ ഈക്വൽ 0 ആകുമ്പം ഈ സെറ്റ് എന്തായാലും ഡിപ്പെൻഡൻ്റ് ആണ്. ബട്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് ലാംഡ നോട്ട് ഈക്വൽ 0 ആകുമ്പം ഈ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഇനി ഞാൻ ഉത്തരം പറയട്ടെ. നിങ്ങൾ പോസിറ്റ് ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ പറയണു ഈ സെറ്റും ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ സെറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഞാനിവിടെ പ്രൂവ് ചെയ്യാം, നിങ്ങളും പ്രൂവ് ചെയ്യൂ. ഇതാ ഇവിടെ ഈ സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള ക്ലെയിം ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും 0 വെക്റ്റർ തരില്ല എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ 0 തരികയെന്ന് എടുത്തു. സോ എന്നിട്ട് ഞാൻ ഇവിടെ കാണിച്ചു ആ 0 തരുന്നുണ്ടെങ്കിൽ ഇതിനെടുത്ത സ്കാലാസ് എല്ലാം 0 ആയേ പറ്റുള്ളൂ. ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. അവിടെ ഇങ്ങനെ ലാംഡ പുറത്തെടുത്തിട്ട് എഴുതാം. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാം. കാരണം എന്താ, ലാംഡ നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ രണ്ട് സൈഡും എനിക്ക് ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാം. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി തന്നാണ് ഈ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ 0 ആണെങ്കിൽ അതിൻ്റെ ഇൻവോൾവ് ആയിട്ടുള്ള സ്കാലാസ് എല്ലാം 0 ആയേ പറ്റുള്ളൂ. സോ എന്തായി, ഈ കോമ്പിനേഷൻ 0 ആണെങ്കിൽ ഇതിനെല്ലാ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്കാലാസും 0 ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഡൗട്ടൊക്കെ ഉണ്ടോ ചോദിച്ചാൽ മതി. യെസ്. ഇനി ലാസ്റ്റ് പ്രോബ്ലം. ഇതിൻ്റെ ഉത്തരം പക്ഷേ ഇങ്ങനെ തന്നെ കാണണം, നിങ്ങൾക്ക് കൂട്ടിയാണ്. ഇവിടെ പ്രോബ്ലം ഇതാണ്. ഒരു വെക്ടർ സ്പേസിൻ്റെ 2 ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് വന്നു അല്ലേ. n എലമെൻസിലെ 2 സബ്സെറ്റ്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 സബ്സെറ്റിലെയും എലമെൻറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്യുക. v1 + w1 എക്സെട്ര vn + w1 ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ഈ പുതിയ സെറ്റിലെ ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ ഒരു നോൺ സീറോ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ഇങ്ങനെ 2 ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് തന്നിട്ട് അതിനകത്തുള്ള എലമെൻസിന് ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ഈ പുതിയ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ സ്വന്തം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും. ഒക്കെ ചോദിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.